Now the topic partial differential equation. Fifth സെമ്മിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പരിചയമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പറയാം. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലേ. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അതായത് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നു. ഇത് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്നാൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു ഇറ്റ്സ് എ ടു വേരിയബിൾ ഫംഗ്ഷൻ ആയിരിക്കും. രണ്ടെണ്ണം എന്നല്ല, രണ്ടോ അതിലധികമോ വരാം. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ പ്രസൻസ് രണ്ടോ അതിലധികമോ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെയും റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം. അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ്, ഡോ സെഡ് ബൈ ഡോ വൈ. ഓക്കെ, ഇതിൽ രണ്ട് കേസിൽ കണ്ടുപിടിക്കാൻ പറ്റും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ. ഡോ സെഡ് ബൈ ഡോ എക്സ്, ഡോ സെഡ് ബൈ ഡോ വൈ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇനി ഇതിൽ നമുക്ക് സെക്കൻഡ് ഓർഡർ കണ്ടുപിടിക്കാം, തേർഡ് ഓർഡറൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഒരു 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു ഹീറ്റ് ഇക്വേഷൻ, വേവ് ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം നോക്കണം. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ആണ് നമ്മളധികം സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് എന്ത് പറയാം? 2 point ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്താണെന്ന് പറയാം. ഇൻ ദ കേസ് ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ എന്താണ് 2 point ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഓഫ് ആൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നന്നായി പരിചയമുണ്ട്. അപ്പോൾ 2 point ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്താ നോക്കാം. A boundary value problem is a differential equation together with a set of additional restraints called boundary conditions. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് നമുക്ക്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കൂടെ നമുക്ക് ഒരു അഡീഷണലി നമ്മൾ എന്ത് ചേർക്കുന്നു? ബൗണ്ടറി കണ്ടീഷൻസ് ചേർക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം. ആ ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്താ നോക്കാം. ഈ സൊല്യൂഷൻ ടു എ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ഈസ് എ സൊല്യൂഷൻ ടു എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് ഓൾസോ സാറ്റിസ്ഫൈസ് ദ ബൗണ്ടറി കണ്ടീഷൻ. നമുക്ക് ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ തന്നെ സൊല്യൂഷനാണ്. പക്ഷെ തന്നിരിക്കുന്ന ബൗണ്ടറി വാല്യൂ കണ്ടീഷനും കൂടെ ആ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയുള്ള സൊല്യൂഷൻസ് ആണ് വരിക. പ്രോബ്ലംസ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസിനോട് സിമിലർ ആണ്. പക്ഷേ നമ്മൾ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസിൽ കണ്ടീഷൻസ് അസൈൻ ചെയ്യുന്നത് ബൗണ്ടറി പോയിന്റ്സിലാണ്. പക്ഷേ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസിൽ നമ്മൾ അസൈൻ ചെയ്യുന്നത് അത് ഇനീഷ്യൽ ആയിട്ടുള്ള വരുന്ന പോയിന്റ് ഏതാണോ അല്ലെങ്കിൽ ലോവർ ബൗണ്ടറി ഏതാണോ അതിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഓർമ്മയുണ്ടാവും നമ്മളുടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് എന്താണ്? y ഡാഷ് ഈക്വൽ ടു എക്സ്, y ഡബിൾ ഡാഷ് ഈക്വൽ ടു എക്സ്, y അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ നോട്ട്, y ഡാഷ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു y1. ഇങ്ങനെയല്ലേ നമ്മൾ ഇനീഷ്യൽ വാല്യൂ ഇവിടെ എഫ് ഓഫ് എക്സ് എന്നാക്കാം. ഓക്കെ, y ഡബിൾ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, y അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ നോട്ട് ആൻഡ് y ഡാഷ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു y1. ഇങ്ങനെയായിരുന്നു നമ്മൾ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു എക്സ് നോട്ട്, അതായത് ഈ രണ്ട് കണ്ടീഷനും നമ്മൾ എവിടെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത്? എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റാണ്. ഈ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് പ്രത്യേകത എന്താണെന്നറിയോ? ഈ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് അതിൻ്റെ ലോവർ ബൗണ്ടറി ആയിരിക്കും. നമ്മളുടെ ഡൊമൈനിൻ്റെ ലോവർ ബൗണ്ടറി പോയിന്റ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ കണ്ടീഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് ഇവിടെ രണ്ടും ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് രണ്ട് വാല്യൂസും സെയിം ആയിട്ടാണ് അസൈൻ ചെയ്യുന്നത്. എന്നാൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസിന് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. y ഡബിൾ ഡാഷ് ഈക്വൽ ടു സം ജി ഓഫ് എക്സ്. ഇവിടെ നമ്മൾ y അറ്റ് ആൽഫ ഈക്വൽ ടു വൈ നോട്ട് ആൻഡ് y അറ്റ് ബീറ്റ ഈക്വൽ ടു വൈ നോട്ട്, സോറി y1. ഇവിടെ നമ്മൾ ബൗണ്ടറിയിലെ ഡൊമൈനിലെ ബൗണ്ടറീസിലെ രണ്ട് പോയിന്റ്സ് എടുത്തിട്ട് അതിലാണ് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? ഇനി നമ്മൾ എന്താണ് 2 point ബൗണ്ടറി വാല്യൂ പ്രോബ്ലം നോക്കാം. A differential equation together with 2 suitable boundary condition form a 2 point boundary value problem. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ
നമുക്കതിന് രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിനോടൊപ്പം രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ 2 പോയിന്റ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. അതായത് നമ്മളിത് നോൺ ഹോമോജീനിയസിൽ പറയുകയാണ്. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പോലെ എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ജനറൽ ഫോമായിട്ട് തന്നെ കണ്ടോളൂ. y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ബൗണ്ടറി കണ്ടീഷനാണ് y at ആൽഫ ഈക്വൽ ടു വൈ നോട്ട് ആൻഡ് y at ബീറ്റ ഈക്വൽ ടു വൈ വൺ. ആൽഫ ബീറ്റ എന്ന് പറയുന്ന രണ്ട് ബൗണ്ടറി വാല്യൂസ് ആണ്. അതിന് നമ്മൾ y ഡിഫൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിരിക്കുന്നത്. ഇനീഷ്യൽ അല്ല, ബൗണ്ടറി കണ്ടീഷൻസ് തന്നിരിക്കുന്നത്. സോ ഇതൊരു എക്സാമ്പിൾ ഓഫ് എ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണ്, 2 പോയിന്റ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. ഓക്കെ, ഇനി നമ്മളിവിടെ ഇതിപ്പം ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് എന്താണ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷൻസ് മാത്രമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻസിൻ്റെ കേസിൽ നമുക്ക് എന്ത് പറയാം, ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും പറയാമല്ലോ. നിങ്ങൾക്കറിയാം ഹോമോജീനിയസ് എന്താ, നോൺ ഹോമോജീനിയസ് ആണ്. ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുകയാണെങ്കിൽ എന്താവും, ഹോമോജീനിയസ് ആവും. ജി ഓഫ് എക്സ് നോൺ 0 ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അത് നോൺ ഹോമോജീനിയസ് ആവും അല്ലേ. ഇഫ് ദ ഫംഗ്ഷൻ ജി ഹാസ് ദ വാല്യൂ 0 ഫോർ ഈച്ച് എക്സ് അറ്റ് ദ ബൗണ്ടറി വാല്യൂസ് y0 and y1 are also 0, then one is called a homogeneous. Otherwise the problem is called a non-homogeneous. അതായത് നമുക്കറിയാം g of x equal to 0 for all x ആണെങ്കിൽ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു നോൺ ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആവണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, ഈ y0ഉം അതുപോലെ തന്നെ ഈ y1ഉം കൂടെ എന്തിനോട് അസൈൻ ചെയ്യണം, 0 ആയിട്ട് അസൈൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളത് എന്ത് പറയുള്ളൂ, ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുള്ളൂ. ഓക്കെ, അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് എ നോൺ ഹോമോജീനിയസ്. ഇങ്ങനെയാണ് നോൺ ഹോമോജീനിയസ് പറയുന്നത്. y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. സോറി, ഹോമോജീനിയസ് പറയുന്നത് y at ആൽഫ ഈക്വൽ ടു 0 ആൻഡ് y at ബീറ്റ ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഹോമോജീനിയസിൻ്റെ കേസിൽ നമുക്ക് എപ്പോഴും പറയാം y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ, അതായത് ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനായിട്ട് എപ്പോഴും എന്ത് വരും, y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫംഗ്ഷൻ വരും. ഓക്കെ, അത് നമ്മൾ പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സിൻ്റെ എന്താണോ അതിൻ്റെ കോഫിഷ്യൻ എന്നൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം നോക്കുക എന്താണ്, ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണോ, ബൗണ്ടറി കണ്ടീഷൻസ് അസൈൻ ചെയ്യുന്നത് 0 ആണോ, അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണെങ്കിൽ y ഈക്വൽ ടു 0 ഇസ് എ solution of this homogeneous differential equation. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രിവിയൽ സൊല്യൂഷൻ. ഓക്കെ, this problem has the solution y equal to 0 for every x regardless of the coefficient of p of x and q of x. The solution is often called a trivial solution. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി ശരിക്കും ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ഒക്കെ കാണാൻ ഒരുപോലെയാണ്. പക്ഷേ ഇതിൻ്റെ സൊല്യൂഷൻസ് ഒക്കൂർ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ചില കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് കിട്ടും അല്ലേ. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസിൽ നമുക്കറിയാം ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയും ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെങ്കിൽ അതിനൊരു യുണീക്ക് സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് അണ്ടർ ദ സിമിലർ കണ്ടീഷൻസ് മേ ഹാവ് യുണീക്ക് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ ഓർ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അതായത് ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം നമുക്ക് തരികയാണെങ്കിൽ അതിന് എന്തൊക്കെ കേസസ് വരാം, ഒന്നുകിൽ അതിന് യുണീക്ക് സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് വരാം. നമുക്ക് ഈ 3 കേസ് നിങ്ങൾക്ക് പരിചയമല്ലേ. നമ്മളൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പം നമുക്ക് 3 കേസ് മെട്രിക്സ് ഒക്കെ വരച്ചിട്ട് മെട്രിക്സ് ഓൾജിബ്രയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതുപോലെ തന്നെ ഇത് ഇവിടെയും ആ മെട്രിക്സ് ഓൾജിബ്രയും സിമിലർ ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ യൂണിക് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയുന്ന കേസ് ആർക്ക് വരാം, ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസിന് വരാം. അപ്പോൾ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസിന് എപ്പോഴും യൂണിക് സൊല്യൂഷൻ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അതിന് യൂണിക് സൊല്യൂഷൻ വരാം, നോ സൊല്യൂഷൻ വരാം, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ വരാം. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ഇനി നോക്കാം. ഓക്കെ, നമുക്ക് പ്രോബ്ലം നോക്കാം. സോൾവ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0, y at 0 ഈക്വൽ ടു 0 ആൻഡ് y ഓഫ് π/2 ഈക്വൽ ടു 2. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0, 0ലും π/2ലും നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് പരിചയം ഉണ്ടാവും സോൾവ് ചെയ്യാൻ. നമുക്ക് ബൗണ്ടറി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എങ്ങനെയാണോ സോൾവ് ചെയ്തത് അതുപോലെ തന്നെ പിന്നെ ലാസ്റ്റ് സൊല്യൂഷൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പം നമുക്കിത് ഈ പരിചയമുള്ള ഇക്വേഷൻ ആണല്ലോ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. ഇതെന്താണ്, ലീനിയർ ആണ്, ഹോമോജീനിയസ് ആണ്, വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആയിട്ടുള്ള
ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ അറിയാം. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. സോ ഓക്സിലറി ഇക്വേഷൻ ഓർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് m സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. നമ്മളിതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ് റൂട്ട് വരാം? m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്കറിയാം. എന്താണ്? y ഓഫ് എക്സ് ഈക്വൽ ടു കോംപ്ലക്സ് റൂട്ട്സ് ആണ് വന്നിരിക്കുന്നത്. സോ y ഓഫ് എക്സ് ഈക്വൽ ടു e റേസ് ടു 0x ഇൻറ്റു a cos x പ്ലസ് b sin x. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? a cos x പ്ലസ് b sin x. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ഏതൊക്കെയാണ്? y at 0 ഈക്വൽ ടു 0 നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 0 ഈക്വൽ ടു a cos 0 പ്ലസ് b sin 0. ഇവിടെ നിന്ന് എന്ത് കിട്ടും? a ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി? a 0 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത കൊടുക്കാം. y ഓഫ് പൈ ബൈ 2 ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ കൊടുക്കുമ്പം a 0 ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. അപ്പം നമുക്ക് എന്തിൽ a ഈക്വൽ ടു 0 എന്നുള്ളത് അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കിട്ടും. y ഓഫ് പൈ ബൈ 2 ഈക്വൽ ടു 0 അല്ലല്ലോ തന്നിരിക്കുന്നത്, 2 അല്ലേ? y ഓഫ് പൈ ബൈ 2 ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? 2 ഈക്വൽ ടു a cos പൈ ബൈ 2 പ്ലസ് b sin പൈ ബൈ 2. നമുക്ക് കിട്ടുന്നത് b ഈക്വൽ ടു 2, a ഈക്വൽ ടു 0 ആൻഡ് b ഈക്വൽ ടു 2. സോ നമ്മളുടെ സൊല്യൂഷൻ എന്താ കിട്ടുന്നത്? y ഓഫ് എക്സ് ഈക്വൽ ടു a 0 ആണ്, b 2 ആണ്, 2 sin x. നമുക്കിവിടെ എന്ത് കിട്ടി? ഒരൊറ്റ സൊല്യൂഷനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം, ദ സൊല്യൂഷൻ ഓഫ് ദ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ഈസ് യൂണിക്. ഓക്കെ, ദിസ് ഈസ് ദ സൊല്യൂഷൻ. ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആൻഡ് ഇറ്റ് ഈസ് യൂണിക്. യൂണിക്കാണ്. നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം. ഇതും അതെ, നമുക്ക് എന്താണ്? സോൾവ് ദ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് മൈനസ് 8y ഈക്വൽ ടു 0, y യുടെ 0 ഈക്വൽ ടു 1 ആൻഡ് y യുടെ 1 ഈക്വൽ ടു 0. ഇത് നമുക്ക് എന്താണ്? പരിചയമുള്ള ഇക്വേഷൻ ആണ്. ഇതൊരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ. സോ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഓക്സിലറി ഇക്വേഷൻ എഴുതാം, റൂട്ട്സ് കണ്ടുപിടിക്കുക, സൊല്യൂഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് മൈനസ് 8y ഈക്വൽ ടു 0. സോ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ വരിക? m സ്ക്വയർ പ്ലസ് 2m മൈനസ് 8 ഈക്വൽ ടു 0. ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത് ഇതിനെങ്ങനെ എഴുതാം? m പ്ലസ് 4 ഇൻറ്റു എം മൈനസ് 2 അല്ലേ? 4 ഇൻറ്റു 2 8 വരും. ഓക്കെ, ഈക്വൽ ടു 0. ഇവിടെ m ഈക്വൽ ടു മൈനസ് 4 ആൻഡ് m ഈക്വൽ ടു 2. സോ നമ്മളുടെ സൊല്യൂഷൻ ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആണ്. സോ ദ ജനറൽ സൊല്യൂഷൻ ഈസ് y ഓഫ് എക്സ് ഈക്വൽ ടു c1 e റേസ് ടു മൈനസ് 4x പ്ലസ് c2 e റേസ് ടു 2x. നമുക്കിതിൽ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. y at 0 ഈക്വൽ ടു 1. അപ്ലൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻസ് വി ഗെറ്റ് y at 0 ഈക്വൽ ടു 1. കൊടുക്കുമ്പോൾ എന്താ വരിക? 1 ഈക്വൽ ടു c1 e റേസ് ടു 0 ആൻഡ് പ്ലസ് c2. ഓക്കെ, ഇതൊരു ഇക്വേഷനായി. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കൂടി കിട്ടുന്നുണ്ടാവും. y at 1 ഈക്വൽ ടു 0, y at 1 ഈക്വൽ ടു 0. സോ ഇതെന്താ കിട്ടുക? 0 ഈക്വൽ ടു ഇവിടെ നമ്മൾ c1 e റേസ് ടു മൈനസ് 4 പ്ലസ് c2 e റേസ് ടു 2. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യണം. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാം? ഒന്നുകിൽ നിങ്ങൾ മെട്രിക്സ് എഴുതിയിട്ട് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നിങ്ങൾ സോൾവ് ചെയ്യില്ലേ? എന്താണ്? c1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, e റേസ് ടു മൈനസ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. സോ മെട്രിക്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നത് നോക്കാം. നമുക്കിതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണല്ലേ, 2 ഇക്വേഷൻസ് അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? c1ൻ്റെയും c2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് പരിചയമുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്താം? ax ഈക്വൽ ടു b ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? x ആണ് കണ്ടുപിടിക്കണമെങ്കിൽ a ഇൻവേഴ്സ് b എന്ന് ചെയ്താൽ മതി. ഓക്കെ, അത് സിമ്പിൾ അപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കോഎഫിഷ്യൻസ് എഴുതി നമ്മൾ a എന്ന് പറയുന്ന മെട്രിക്സ് ആദ്യം നോക്കാം. c1ൻ്റെയും c2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതാണ് നമ്മളുടെ എക്സിൽ വരുന്നത്. അപ്പോൾ അത് ഞാനിവിടെ എഴുതി. എക്സ് എന്ന് പറയുന്ന വേരിയബിളാണ്, എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ്, കോളം മെട്രിക്സ് c1 c2. അപ്പം ഈ c1ൻ്റെയും c2ൻ്റെയും
കോഎഫിഷ്യൻസ് ഇല്ലേ, അതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ റോയിൽ വരുന്നത് 1 1 C1 + C2 അതിൻ്റെ കോഎഫിഷ്യൻസ് 1 1. പിന്നെ രണ്ടാമത്തേതിൽ C1ൻ്റെ കോഎഫിഷ്യൻ്റ് e⁻⁴ C2ൻ്റെ കോഎഫിഷ്യൻ്റ് e⁻². ഓക്കെ, എ എക്സ് ഈക്വൽ ടു ബി. ബി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ കോൺസ്റ്റൻറ്റ് മെട്രിക്സ്, ദാറ്റ് ഈസ് 1 0. നമ്മളിതെങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഓക്കെ, ഇതിൻ്റെ ഇൻവേഴ്സ് ഒന്നും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, 2/2 ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2/2 ആയത് കാരണം 1 ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കുക. അത് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു e⁻² മൈനസ് e⁻⁴ എന്ന് വരും. ഓക്കെ, അപ്പോൾ 1 ഡിവൈഡഡ് ബൈ e⁻² മൈനസ് e⁻⁴ ഇൻറ്റു ഇവിടെ നമുക്ക് ഡിറ്റർമിനൻ്റ് ഉണ്ട്, അല്ല സോറി അഡ്ജോയിൻ്റ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാലോ 2/2 ചെയ്യാൻ അറിയാലോ. e⁻² 1 എക്സ്ചേഞ്ച് ചെയ്തു, ബാക്കിയുള്ളത് മൈനസ് ആക്കുക. സോ ഇൻറ്റു 1 0. ഇത് നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ e⁻² ഇൻറ്റു 1 e⁻² മൈനസ് 1 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 വരും. പ്ലസ് 0 ആണ് വരിക, അത് e⁻² തന്നെ. മൈനസ് e⁻⁴ ഇൻറ്റു 1 അതിങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഈ ഒരു ഡിറ്റർമിനൻ്റിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ e⁻² ഡിവൈഡഡ് ബൈ e⁻² മൈനസ് e⁻⁴ മൈനസ് e⁻⁴ ഡിവൈഡഡ് ബൈ e⁻² മൈനസ് e⁻⁴. ഇപ്പോൾ ഈ രണ്ടും ഒരു വൃത്തിയുള്ള കുളത്തിലാക്കിയതാണ്. പിന്നീട് അങ്ങോട്ടേക്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് e⁻² കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും. അപ്പോൾ നമുക്ക് 1 ഡിവൈഡഡ് ബൈ e⁻² കൊണ്ടല്ല e⁻² കൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 1 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് e⁻² -2 ഇൻറ്റു e⁻², അവിടെ നമുക്ക് 1 എന്ന് കിട്ടും. 1 മൈനസ് ഇവിടെ e⁻⁻⁴ -2 ദാറ്റ് ഈസ് -6 എന്ന് കിട്ടും. ഇവിടെ അതുപോലെ തന്നെ e⁻⁻⁴ എന്താണോ അതുകൊണ്ടൊന്ന് അതിൻ്റെ നെഗറ്റീവ്, അതായത് അതിൻ്റെ റെസിപ്രോക്കൽ e⁻⁴ കൊണ്ട് ഞാൻ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ -1 ഡിവൈഡഡ് ബൈ e⁻⁶ മൈനസ് 1. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാലോ? 1 മൈനസ് e⁻⁻⁶ ദ ഹോൾ ഇൻവേഴ്സ് മൈനസിന് ഉള്ളിലേക്ക് എടുത്തപ്പം 1 മൈനസ് e⁻⁶ ദ ഹോൾ ഇൻവേഴ്സ് എഴുതാം. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്? നമുക്കിപ്പോൾ ഇത്ര നേരം നമ്മളെന്താ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? C1 C2 അല്ലേ. നമുക്ക് എന്ത് കിട്ടി? C1 ഈക്വൽ ടു 1 മൈനസ് e⁻⁻⁶ ദ ഹോൾ ഇൻവേഴ്സ്. അതുപോലെ തന്നെ C2 ഈക്വൽ ടു 1 മൈനസ് e⁻⁶ ദ ഹോൾ ഇൻവേഴ്സ്. സോ നമ്മളുടെ സൊല്യൂഷൻ എന്തായി മാറും? y ഓഫ് x ഈക്വൽ ടു നമുക്ക് എന്തായിരുന്നു? C1 എന്ന് പറയുന്നതിന് പകരം 1 മൈനസ് e⁻⁻⁶ ദ ഹോൾ ഇൻവേഴ്സ്. നമ്മളുടെ റൂട്ടുകൾ e⁻⁴x e⁻²x. അപ്പോൾ നമുക്കിവിടെ ഇൻറ്റു e⁻⁻⁴x പ്ലസ് C2വിന് പകരം 1 മൈനസ് e⁻⁶ ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു e⁻²x. ദിസ് ഇസ് ദ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് യൂണിക്കാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം സോൾവ് ദ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. y" പ്ലസ് 4y ഈക്വൽ ടു 0. y at 0 ഈക്വൽ ടു -2 ആൻഡ് y at 2π ഈക്വൽ ടു 8. ഓക്കെ, അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതും നമ്മൾ പരിചയമുള്ള ഇക്വേഷൻ തന്നെയാണ്. എന്താണ്? ഇതൊരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. സോ y" പ്ലസ് 4y ഈക്വൽ ടു 0. സോ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്താണ് വരിക? ഓക്സിലറി ഇക്വേഷൻ ഈസ് m² പ്ലസ് 4 ഈക്വൽ ടു 0. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് m ഈക്വൽ ടു +or-2i എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താണ് കിട്ടുക? y of x ഈക്വൽ ടു, ഹെൻസ് ദ ജനറൽ സൊല്യൂഷൻ ഈസ് y of x ഈക്വൽ ടു e⁻⁴x എന്ന് വരിക, അത് എഴുതുന്നില്ല, a cos 2x പ്ലസ് b sin 2x. ഓക്കെ, നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ബൗണ്ടറി കണ്ടീഷൻസ് y at 0 ഈക്വൽ ടു 2 കൊടുക്കാം. നമുക്ക് ആദ്യം y at 0 ഈക്വൽ ടു 2 എന്താ കിട്ടുക? 2 ഈക്വൽ ടു a cos 0 പ്ലസ് b sin 0. നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് എന്താണ്? a ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി y ഓഫ് 2π ഈക്വൽ ടു a അല്ലേ. y ഓഫ് 2π ഈക്വൽ ടു a. ഇവിടെ നമുക്ക് a ഈക്വൽ ടു a cos 2π പ്ലസ് b sin 2π. ഇവിടുന്ന് എന്താ കിട്ടുന്നത്? a sin 2πക്ക് 0 ആയിപ്പോയി. അപ്പം cos 2π 1 ആണ്. അപ്പം a ഈക്വൽ ടു a തന്നെ കിട്ടും. അതായത് ഈ രണ്ട് കണ്ടീഷനിലും നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? എയുടെ വാല്യൂ ആണല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ a എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ആണെങ്കിൽ മാത്രമേ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് a ഈക്വൽ ടു 2 ആണെന്നും a ഈക്വൽ ടു a ആണെന്നും അല്ലേ കിട്ടിയേ? a ഈക്വൽ ടു 2 ആണെന്നും അതുപോലെ തന്നെ a ഈക്വൽ ടു a ആണെന്നും കിട്ടിയേ. ഇനി സൊല്യൂഷൻ വേണമെങ്കിൽ ഈ എയുടെ വാല്യൂ സെയിം ആവണ്ടേ. അപ്പോൾ നമുക്ക് പറയാം, ഇഫ് a
not equal to -2, the problem has no solution. Okay, the problem has no solution. Okay, ഇനി a ഈക്വൽ ടു -2 ആണെന്ന് വിചാരിക്കാം. നമ്മളെടുത്തു a -2 അല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഇനി a ഈക്വൽ ടു -2 തന്നെയാണ്. അപ്പം നമുക്കൊരു പ്രശ്നമല്ലേ? ബിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ബിയുടെ വാല്യൂ ഇല്ല അല്ലേ? നമുക്ക് ബിയുടെ വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് പറയാം ബീനെ നമ്മൾ ആർബിട്രറി ആയിട്ട് നമ്മളിപ്പോൾ ചൂസ് ചെയ്യണം. ഓക്കെ, ചൂസ് ബി ആസ് ആർബിട്രറി. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ചൂസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളുടെ സൊല്യൂഷൻ എന്തായിട്ട് മാറും? y of x ഈക്വൽ ടു -2 cos x പ്ലസ് ബി സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ ഈ ബിക്ക് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് ബിക്ക് 1 കൊടുക്കുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും, 2 കൊടുക്കുമ്പോൾ another സൊല്യൂഷൻ കിട്ടും. അത് മുമ്പത്തേതിനോട് സിമിലർ ആയിരിക്കില്ലല്ലോ. സോ ഇറ്റ് ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഓക്കെ, ഈ കേസിൽ നമുക്ക് പറയാം y of x has infinitely many solution. y of x എന്നല്ലല്ലോ പറയാം, വേറെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കേട്ടോ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിന് യൂണീക്ക് സൊല്യൂഷൻ ഉണ്ടാകുന്ന കേസ് നമുക്കിപ്പോൾ കണ്ടു, നോ സൊല്യൂഷൻ ഉണ്ടാകുന്ന കേസ് കണ്ടു, അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷനും ഉണ്ടാകുന്ന കേസ് കണ്ടു. ഒരു പ്രോബ്ലത്തിൽ തന്നെയാണ് രണ്ടും ഒരുമിച്ച് വന്നിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. The problem boundary value problem. Solve the boundary value problem. Y double dash plus 9y equal to cos 6, y dash at 0 equal to 5 and y at pi by 2 equal to minus 5 by 3. Minus 5 by 3. Okay. Okay. ഇന്ന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതെന്താണ്? y dash of 0 equal to 5 y at pi by 2 equal to minus 5 by 3. ഇത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണോ? ഇത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണോ? അല്ല അല്ലേ? എന്തുകൊണ്ടാണ്? ഇത് 0 എന്ന് പറയുന്ന പോയിന്റിലും ഇത് പൈ ബൈ 2 എന്ന് പറയുന്ന പോയിന്റിലുമാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ രണ്ടും ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണ്. ഇനി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെങ്കിൽ y ഡാഷ് ഓഫ് 0യും y ഓഫ് 0യും തന്നെയാണ് തരാം. ഓക്കെ, അതായിരിക്കും ഇനീഷ്യൽ പോയിന്റിലായിരിക്കും കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം തന്നെയാണ്. y ഡാഷിൽ അപ്ലൈ ചെയ്തേ ഉള്ളൂ, അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ്സ് എ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. ഇതെന്താ ഇക്വേഷൻ്റെ പ്രത്യേകത? ഇത് സെക്കൻഡ് ഓർഡർ ആണ്. ഓക്കെ, പിന്നെയോ ഹോമോജീനിയസ് ആണോ? അല്ല, നോൺ ഹോമോജീനിയസ് ആണ്. നോൺ ഹോമോജീനിയസ് ആണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ മുമ്പേ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. സോ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ് വരിക? നമ്മൾ എങ്ങനെയാണ് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ആദ്യം ഹോമോജീനിയസിനെ കണ്ടുപിടിക്കും, പിന്നെ അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ YP എന്താണെന്ന് ചൂസ് ചെയ്യും, എന്നിട്ട് സം ചെയ്താൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് m² + 9 = 0. ഇവിടെ നമുക്ക് m = ±3 ആയി കിട്ടും. സോ നമ്മളുടെ y of x എന്താണ് വരിക? y of x നമുക്ക് yc എന്ന് എഴുതണം, കാരണം നോൺ ഹോമോജീനിയസ് ആയത് കാരണം. അപ്പോൾ നമുക്ക് yc of x = a cos 3x + b sin 3x. ഓക്കെ, ഇനി നമ്മളിവിടെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻ YP ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് cos x ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നോക്കുക. YP = cos x ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എടുക്കണം എന്നൊക്കെ ഉണ്ട്. YP of x = a cos x + b sin x എന്നൊക്കെ. അപ്പോൾ നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാനിവിടെ ഡയറക്റ്റായിട്ട് YP എന്താണെന്ന് എഴുതുകയാണ്, പറയാനുള്ള ഒരുപാട് നേരമാവും. YP of x = 1/8 × cos 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജനറൽ സൊല്യൂഷൻ എന്താ വരിക? y of x = yc of x + yp of x. ഓക്കെ, ഇവിടെ yc of x എന്ന് പറയുന്നത് yc എന്തായിരുന്നു? a cos 3x + a cos 3x + b sin 3x + 1/8 × cos 6. ഓക്കെ, ഇതാണ് നമ്മളെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പം ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നോക്കാം. ബൗണ്ടറി കണ്ടീഷൻസ് തന്നിരിക്കുന്നത് ഇതിൻ്റെ y ഡാഷിലും കൂടെ കണ്ടുപിടിക്കണം, അതുകൊണ്ട് y ഡാഷ് കൂടെ എഴുതി വെക്കാം. y ഡാഷ് = 3a cos അല്ല -3a sin 3x + 3b cos 3x
പ്ലസ് ഇവിടെ വരുന്നത് 1/8 ഇൻറ്റു മൈനസ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ y ഡാഷ് അറ്റ് 0 = 5 ആണ്. സോ ഇവിടെ നമുക്ക് 5 കൊടുത്തു കഴിഞ്ഞാൽ -3a സൈൻ 0 പ്ലസ് 3b കോസ് 0 പ്ലസ് -1/8 ഇൻറ്റു സൈൻ 0. ഇവിടെ നമുക്ക് 3b മാത്രമേ ഉള്ളൂ. സൈൻ 0യും സൈൻ 0യ്ക്ക് ക്യാൻസൽ ചെയ്ത് പോകും. 0 ആയി പോകും. 3b = 5 എന്ന് കിട്ടും. അപ്പോൾ b = 5/3. b = 5/3 നേടി. ഇനി നമുക്ക് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ വരുന്നത് y at π/2 = -5/3 എന്നാണ്. അപ്പോൾ നമ്മൾ y of xൽ കൊടുക്കുക. y of x എന്ന് പറഞ്ഞാൽ a cos 3x പ്ലസ് ഇവിടെ എന്താ വരിക -5/3 = a cos 3π/2 പ്ലസ് b sin 3π/2 പ്ലസ് 1/a cos π/2. അപ്പോൾ ഇത് രണ്ടും 0 ആയിപ്പോയി. സോ ബാക്കി വരുന്നത് -5/3 = b ഇൻറ്റു 3π/2 എന്ന് പറഞ്ഞാൽ -1 ആണ് വരിക. സോ നമുക്ക് b = എന്ത് കിട്ടും 5/3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കിട്ടി, ഇവിടെയും b = 5/3. സോ ഇവിടെയും b = 5/3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് a എന്ന് പറയുന്ന വാല്യൂ ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് a എന്ന് പറയുന്നത് ഇത് രണ്ടും a നെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ a എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം, ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യണം. സോ നമ്മുടെ y of x എന്താവും, അപ്പം y of x = a cos 3x പ്ലസ് b നമുക്കറിയാം b 5/3 ആണ് sin 3x പ്ലസ് 1/8 cos 6. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, എക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അതിൻ്റെ അർത്ഥം ഇറ്റ് ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി വാല്യൂസ്. ദർ ആർ infinitely many values. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രോബ്ലംസ്. അപ്പോൾ ഇനി ഒരു പ്രോബ്ലം കൂടെ പറയാം. 6th one, solve the boundary value problem y double dash minus 4y = 0, y at 0 = 0 and y dash at pi = 0. ഈ ഒരു പ്രോബ്ലം കണ്ടുപരിചയമുണ്ടോ? ഇനീഷ്യൽ വാല്യൂ ആണോ? ഇനീഷ്യൽ വാല്യൂ അല്ല, കാരണം ഒന്ന് 0യിലും ഒന്ന് പൈയിലുമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇതെന്താണ്, ഇവിടെ നമുക്ക് g of xൻ്റെ സ്ഥാനത്ത് 0 ആണുള്ളത്. അതുപോലെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിരിക്കുന്നതും 0യിലേക്കാണ്. അതായത് =0 എന്നാണ് വന്നിരിക്കുന്നത് ബൗണ്ടറി വാല്യൂ കണ്ടീഷൻസിൻ്റെ വാല്യൂസ്. അപ്പോൾ നമുക്കിതൊരു ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണെന്ന് പറയാം. ഓക്കെ, ദിസ് ഇസ് എ ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ്. സോ നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. y double dash 4y = 0. ഓക്സിലറി ഇക്വേഷൻ ഈസ് m² - 4 = 0 yet m = +or-2. അപ്പോൾ നമുക്ക് +or-2 ഒക്കെ ആണ്. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ നമുക്ക് എഴുതുന്നത് y = നമുക്കിവിടെ കുറച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ y = ഇവിടെ എന്താ വരിക c1 e⁻²x പ്ലസ് c2 e⁻²x. അതായത് e⁻²xൻ്റെയും e⁻²xൻ്റെയും ലീനിയർ കോമ്പിനേഷനാണ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് നേരത്തെ ഒരു പ്രോബ്ലത്തെ കണ്ടില്ലേ, സോൾവ് ചെയ്യാൻ വന്നപ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ e⁻²x e⁻²x നമുക്കിത് രണ്ടും കൂടെ പരിചയമുള്ള ഒരാളുണ്ട്. ആരാണ്? sin x. sin x എന്താണ്? e⁻²x മൈനസ് e⁻²x ഡിവൈഡ് ബൈ 2 അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഒരാളെയും കൂടെ അറിയാം, cos h. e⁻²2x എന്ന് പറഞ്ഞാൽ ഇവിടെ 2x വരും, ഇവിടെ അതെ 2x വരും. e⁻²x പ്ലസ് e⁻²x ഡിവൈഡ് ബൈ 2 ഇതാണല്ലോ sin h2xും cos h2xും നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് e⁻²x e⁻²x ആണ്. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് sin h2x sin h2x cos h2x എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ സൊല്യൂഷൻ ഒന്നും കൂടി ഇങ്ങനെ എഴുതാം. പിന്നെ നമ്മളുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ അനുസരിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏതൊരു ലീനിയർ കോമ്പിനേഷനും ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എന്ന് നമുക്കറിയാം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമുക്കിതിനെ c1 cos h2x പ്ലസ് c2 sin h2x എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇതിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് കൂടുതൽ വരും, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഏതൊക്കെയായിരുന്നു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിരുന്നത്? y at 0 = 0, y dash at pi = 0 അല്ലേ. y at 0 = 0.
അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? 0 ഈക്വൽ ടു C1 cos H0 പ്ലസ് C2 sin H0. sin H0 0 തന്നെയാണ്. അപ്പോൾ C1 ഈക്വൽ ടു 0 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. y ഡാഷ് അറ്റ് പൈ ഈക്വൽ ടു 0 അല്ലേ. y ഡാഷ് പൈ ഈക്വൽ ടു 0 നമ്മൾ കൊടുക്കുമ്പോൾ 0 ഈക്വൽ ടു y ഡാഷ് വേണം. അപ്പോൾ നമുക്കതിനെ y ഡാഷ് കണ്ടുപിടിക്കാം. y ഡാഷ് ഓഫ് x ഈക്വൽ ടു 2C1 cos H2x എന്നത് sin H2x ഇൻറ്റു 2 എന്ന് വരും. 2 മുന്നിൽ എഴുതി. ഇവിടെ 2C2 cos H2x. ഓക്കെ, ഇനി നമുക്ക് y ഡാഷിൻ്റെ പൈ ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യുമ്പോൾ 0 ഈക്വൽ ടു 2C1 sin H2 പൈ പ്ലസ് 2C2 cos H2 പൈ. ഇവിടെ നമുക്ക് C1 0 ആണെന്ന് നമുക്കറിയാലോ, അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? 0 ഈക്വൽ ടു 2C2 cos H2 പൈ. ഓക്കെ, ഇവിടെ cos H2 പൈ ഈ ഒരു വാല്യൂ, ഇതിൻ്റെ മീനിങ് എന്താ? പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് 0 ആവണം അല്ലേ. 2C2 0 ആയിരിക്കണം, അല്ലെങ്കിൽ cos H2 പൈ 0 ആയിരിക്കണം. നമുക്കറിയാം cos H2 പൈയുടെ വാല്യൂ 0 അല്ല. സിൻസ് cos H2 pi is not equal to 0, we get C2 equal to 0. അല്ലേ, 2ഉം 0 ആവില്ല, cos H2 പൈയും 0 ആവില്ല. അപ്പോൾ എന്ത് 0 ആവാനുള്ള പോസിബിലിറ്റി ഉള്ളൂ? C2 0 ആവാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. സോ നമുക്കിവിടെ കിട്ടുന്ന സൊല്യൂഷൻ എന്ത് മാത്രമാണ്? C1ഉം 0, C2ഉം 0 അല്ലേ. നമുക്കിവിടെ കിട്ടുന്നത് ഇറ്റ് ആസ് എ ട്രിവിയൽ സൊല്യൂഷൻ. ദാറ്റ് ഈസ് y ഓഫ് എക്സ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? C1ഉം 0, C2ഉം 0. സോ 0 ഫോർ എവറി എക്സ്. അതായത് ഇവിടെ ഈ ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിന് ദിസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ഹാസ് എ യൂണിക് സൊല്യൂഷൻ ദാറ്റ് ഈസ് ട്രിവിയൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ചെയ്തു. ഇതിൽ യൂണിക് സൊല്യൂഷൻ വരുന്നത് കണ്ടു, നോ സൊല്യൂഷൻ വരുന്നത് കണ്ടു, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ വരുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ഒരു പ്രോബ്ലത്തിൽ മാത്രം പറഞ്ഞു ഇതിനെ നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ അതാണ് വരുന്നത്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിലേക്ക് റിലേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൻ്റെ എയ്ഗൺ വാല്യൂസിനെയും എയ്ഗൺ ഫംഗ്ഷൻസിനെയും പറ്റിയിട്ടുള്ളതാണ്. അടുത്ത സെക്ഷനിൽ പറയാം. താങ്ക് യു.